ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇപ്പം ആണെങ്കിൽ നമ്മൾ നേരെ അവിടോട്ടാണ് പോകുന്നത്. കാന്താരിമുളകൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഗൈസ് ഒരു കെട്ട് കാന്താരിമുളകാണ് കേട്ടോ ഉള്ളത്. ചച്ചം പിച്ചിക്കൊണ്ടിരിക്കുക. നമുക്ക് വേറെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. വിഷ്ണുജി കൃഷ്ണൻ. നമുക്ക് നല്ല ചുമന്നതുണ്ട് പച്ചയുണ്ട്. വാഴയാണ് കേട്ടോ ഇത്. വാഴ നല്ല ഇത്രയുണ്ട്. ചുമന്നാണ് പിച്ചു ഗൈസ്. അപ്പോൾ ഇതൊക്കെ എന്നെ എല്ലാവർക്കും അറിയാം. ഇത് പച്ചതുണ്ട്. ഈ ചുമന്നതുണ്ട്. ഇവിടെ ചുമന്നതുണ്ട്. നല്ല റെഡും ഉണ്ട്, നല്ല ഗ്രീനും ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടെ വീട്ടിലൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഗൈസ് അത് വന്നത് തന്നെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ പറ്റും. 25 കോഴിയുണ്ട് ഗൈസ്. ഒരാളൊക്കെ പറക്കും. ഗൈസ് ഇവിടെ വേറെ ഒരു കാന്തരുണ്ട്. നമുക്ക് പോവാം. പിന്നെ ഇവിടെ ഒരു ഷുഗർ കെയിൻ ഉണ്ട്. അത് ഒരു വാഴ, കുഞ്ഞു വാഴ കേട്ടോ, വാഴത്തൈ. ഇതുണ്ടോ, ഇതൊരു ചെറുതൊക്കെ നിൽക്കുന്ന ഷുഗർ കെയിൻ. ഇതിനെ നടുക്കാണ് ഗൈസ്. ഞാൻ ലുക്ക് ഇതിനെ നടുക്ക്. നല്ല രസമാണ് കേട്ടോ. നമ്മൾ സയൻസ് പഠിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എടുക്കണമെങ്കിൽ ട്രീസൊക്കെ വേണം കേട്ടോ. അവിടെ അച്ഛമ്മ ഇത് പരച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. തീരുന്നില്ല ഇതുവരെയായിട്ട്. ഇലകളൊക്കെ ആയിട്ടാണ് ഇത് ഒരെടുത്ത് ബിറ്റുവിന്റെ വായിലൊക്കെ കൊടുത്താലോ. ഒരു പച്ചമുളക് എടുക്ക്. മോളെടുത്ത് വായി വെച്ച് നോക്കാം ആദ്യമേ. ബിത്തുവിന് കൊടുക്കണം അല്ലെങ്കിൽ. ഓക്കെ ഗൈസ്, എല്ലാ ചെടിയിലും കാണുന്ന ഒരു സംഭവമാണ്. അച്ഛാമ്മ ഈ ഒരു ഇത് എന്തിനാന്ന് അറിയത്തില്ല. ഈ ഒരു തണ്ട് എല്ലാത്തിലും കുത്തി വെക്കും. ഇവിടെ ഇത് ഇങ്ങനെ ഒട്ടിരിക്കാൻ ഇത് ചെറുക്കട്ടെ. മുളക് തന്നെയാണ്. എടുത്ത് അച്ഛാമ്മ പോകുന്ന സ്ഥലത്ത് പുറകെ പോകണം. അതാണ് ജോലി. ഗൈസ് അപ്പുറത്തൊക്കെ നോക്കി നല്ല ചെടി. ഇത് നമുക്ക് നല്ല ഫ്ലവേഴ്സ്. ഗൈസ് എന്തൊക്കെയോ ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു വാഴച്ചെടി. നമുക്ക് അപ്പുറത്തോട്ട് പോയി ഗൈസ് കണ്ടോ. മഞ്ഞ പൂമ്പാറ്റയുണ്ട്, വെള്ള പൂമ്പാറ്റയുണ്ട്, എല്ലാ തരം പൂമ്പാറ്റയുണ്ട്. ഇപ്പോൾ കുഞ്ഞ് ചെളിയായിട്ട് വയ്ക്കൂടെ പോവാ. അതാ ഇവിടെ ഒരു ചുമതിപ്പുണ്ട്. ഇതാ അവരവിടെ എല്ലാം കളിച്ചോ. അത് നമ്മുടെ ശരിക്കുള്ള വീടാണ്. നമ്മുടെ കാന്താരിമുളകിൻ്റെ ഒരു വളമൊക്കെയാണ്. കാന്താരിമുളക് നടുക, ചൂലിൻ്റെ കമ്പിടുക, ഒരു കമ്പിടുക. എനിക്കും സത്യമായിട്ട് അറിയത്തില്ല, ഞാൻ ചുമ്മാ എന്നോട് പറയുക. പിന്നെ ഈ വീഡിയോയില് കടക്കൈസ് നല്ല മഞ്ഞ പൂമ്പാറ്റകളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ചവറൊന്നും അത്ര ഇല്ല കേട്ടോ. ചേനയും പാമ്പുള്ളൂന്നേ ഉള്ളൂ. ഇന്നലെ ഈ വീട്ടിൽ അവിടെ ആ ഷീറ്റിൽ ചേന പോയ അച്ചാമ്മയൊക്കെ മേടിച്ചായിരുന്നു. പോയോന്ന് അറിയത്തില്ല. നല്ല സ്കൈ ഒക്കെ, നല്ല സ്കൈ. അമ്മേ ഇപ്പം പറഞ്ഞടിച്ച് വീടിയല്ലേ.
ഗൈസ് ഒരു കാര്യമുണ്ട്, നാളെ ഞങ്ങളുടെ മിഡ് ടേം എക്സാം. ഞാനെല്ലാം പഠിച്ചു. അതിന്റെ എല്ലാ കറിയിലും നമ്മൾക്ക് മുളക് വേണം. ഇത് കുഞ്ഞു മുളകല്ലേ, ഇത് കുഞ്ഞു മുളക്, അതുകൊണ്ടാ കുഞ്ഞുമുളകാണ് ഒറിജിനൽ കാന്താരി. അപ്പൊ വലുതോ? വലുത് ഇച്ചിരൂടെ വേറെ ഗൈസ് നല്ല റെഡ് കാന്താരി. വായി വെച്ചു കൊടുക്കും. പോകട്ടേക്ക് ഇതാക്കണ്ട ഗൈസ്, നല്ല കാന്താരിയാണ് കേട്ടോ. കന്താരി ഇതിനെക്കാട്ട് രണ്ട് കന്താരി അപ്പുറത്തുണ്ട്. പക്ഷെ നമ്മൾ ഈ സൈഡിലേക്ക് പിടിച്ചോളൂ, അപ്പുറത്തെ സൈഡ് നാളെ പിടിച്ചതായിരിക്കും. കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. ആ ഈ കൃഷി എല്ലാം ചെയ്തത് അച്ചാമിയാണ് കേട്ടാ. അച്ചാമി പഠിച്ചു. ഇത് എണ്ണാൻ പറ്റത്തില്ല കേട്ടോ, 1000 ഉണ്ട്. ഇതെല്ലാം നമുക്ക് കറിക്ക് വേണ്ടിയും മിത്തൂര് വേണ്ടിയുവാ. അമ്മ പറഞ്ഞ് മിത്തൂര് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാന്താരി കാണിക്കാമെന്ന് വിചാരിച്ചതാ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും, തെങ്ങൊക്കെ ആയിട്ട്. പോകുന്നൊരു വലിയ വീഡിയോ എന്നാ. എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. റെഡായിട്ടുള്ളതുണ്ട്, നല്ല റെഡായിട്ടുള്ളതുണ്ട്, ഗ്രീൻ ആയിട്ടുള്ളതുണ്ട്. ഈ ഡബിളില്ലേ വലിയ കാന്താരിക്ക എരിവ് കൂടുതലത്. അതല്ല, ഈ വലിയ കാന്താരിക്ക എരിവ് കൂടുതലെന്ന് പറഞ്ഞ് എല്ലാവരും വിചാരിച്ചത്. ഞാനും പണ്ട് അങ്ങനെ വിചാരിച്ച. പക്ഷെ ഈ കുഞ്ഞടി കാന്താരിയുടെ ഉള്ളിലാ നല്ല ചെറുതിനാണ് ശരിക്കും നല്ല എരിവ്. ഇത് പിച്ചതെടുത്ത് കൊറേ നേരമായി. ചുമന്നയും പിച്ചി മഞ്ഞയും പിച്ചി ഞങ്ങൾ കറിക്കെടുത്തത്. ഇവിടെ പാവയ്ക്കൊക്കെ ഉണ്ട് ഗൈസ്, പാവയ്ക്ക് അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ പുതിയത് സ്മെല്ല് ഇഷ്ടം. അല്ലെങ്കിൽ ഇല്ലേ വിത്തു നാളെ വല്ല വളഞ്ഞു പോകും. അതുകൊണ്ട് കേസ് ഇവിടെ എവിടെയോ പോവാ. നമുക്ക് അപ്പുറത്തെ സ്ഥലത്തോട്ട് പോവാതെ. ഇപ്പൊ നമ്മൾ വേറെ അറ്റത്തോട്ടാണ്. കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു. കൈസ് ഇതാണ് പാവയ്ക്ക. കണ്ടോ കണ്ടോ കണ്ടോ, ഞാൻ പിന്നെ ഒരു ദിവസം പാവയ്ക്കായിട്ട് വരായിരിക്കും. പാവയ്ക്കയുടെ പടം ഇഷ്ടമല്ല ഗൈസ്. ഇവിടെ പുതിയതായിട്ടുണ്ടോ, അതത്രയല്ല. ഇവിടെ ഉണ്ട് കാന്താരി. നമുക്ക് ഇതിനകത്തൊന്ന് ഒരെണ്ണിച്ച് അങ്ങോട്ട് കൊടുക്കാം ഗൈസ്. നല്ല റെഡ് കളർ കാന്താരി എനിക്ക് കിട്ടിയച്ചാ. എനിക്ക് കിട്ടിയ കാന്താരി കിട്ടും. പാവയ്ക്കത് ബ്രിഞ്ചാൽ ഇവിടെ എവിടെയോ ഉണ്ട്, എനിക്കത് അറിയത്തില്ല, അതുകൊണ്ട് കാണിക്കത്തില്ല. പടവളോ? ബോട്ടിൽഗാർഡ് വല്ലതായിരിക്കും. പാവയ്ക്ക ഞാൻ കണ്ടു കേട്ടോ. ഞാൻ കറങ്ങി തിരിഞ്ഞ് ട്രേ ഇവിടെ വെച്ചിട്ട് ആണ്, അല്ലെങ്കിൽ അച്ഛമ്മ കുരിയിട്ട് കുരി. പിന്നെ വേറൊരു മരമുണ്ട്, സ്റ്റാർ ഫ്രൂട്ട്. പക്ഷെ അത് അങ്ങാണ്, ചെറിയ വല്ല വരും. ഇത് അടുത്ത വീഡിയോ നമ്മള് സ്റ്റാർ ഫ്രൂട്ട് മരത്തിനെ കുറിച്ചാണ് അടുത്ത വീഡിയോ. അപ്പം മരം വളരെ ദിവസം ഞങ്ങൾ ഇവിടെ കുറെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്, നല്ല മധുരവും ഒക്കെ, ഫുള്ള് മധുരത്തിനാ. ഞാൻ തന്നെ വെച്ച് 2 എണ്ണം നോക്ക്. എന്താണിത്? നമ്മുടെ മുളകിനെ മതി, മുളക് ഗൈസ്.
എൻ്റെ പറ്റി പോയി. പക്ഷെ ഇത് ഇവിടെ ഗൈസ് ഒരു കാര്യം കാണിക്കാം. ഗൈസ് നേരെ വെച്ചാൽ ലുക്ക് ക്യാമറ ഇതൊക്കെ ചടബിത്ത് എടുത്തോ പിടി. അതാ കൈസ് ഇവിടെ ക്യാമറ ഇപ്പം എൻ്റെ കയ്യിലില്ലോ. വിത്തുവാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്. കൃഷിയോടെ കൃഷി. ഇതിനിടയ്ക്ക് വെച്ചാൽ സൂക്ഷിക്കണേ, പുഴുണ്ട്. കൈസ് കാണാൻ പറ്റോ? കൈസ് കണ്ടോ, ഒരു പുഴു അവിടെ കിടപ്പുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും ഓക്സിജൻ. ഞാൻ ഇത് ഫുള്ള് മിച്ചു പോകും ഒറ്റ ദിവസം കൊണ്ട്. അത് ഇത്തിരിയാണോ ചെവേ? ഞാനും വിൽക്കുക. പെട്ടെന്ന് തീർക്ക്. ഗൈസ് ഞാൻ ആ സ്റ്റാർട്ട് പൂൾ മരം സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് സൂം ചെയ്യാം. സ്റ്റാർട്ട് പൂൾ മരത്തിനെ കുറിച്ച് കാണിക്കാം, പക്ഷെ ഇപ്പം പറ്റുന്നില്ല. ഇത് ഞങ്ങളൊരു മൂവി കണ്ട്, മെമ്മറി എന്നാണ് ആ മൂവിൻ്റെ പേര്. ഞാൻ കണ്ടിട്ടുണ്ട്, 2-3 വട്ടം കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി. ആ ലാസ്റ്റ് സീൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറയാം, കഴിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ സ്റ്റഡി ടേബിളിൻ്റെ ബാഗിൽ പോയി കളിച്ചു. ചെവിയും പൊത്തി ആയ് ആയ് ഇങ്ങനെ പറയുമായിരുന്നു. കളിപ്പോയി. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം. എന്തുവാ പേരയ്ക്കാ? ഇവിടെ ഉണ്ടോ പേരയ്ക്ക മരം? ഓ ഗൈസ്, അതെ എവിടെ നിന്നാന്ന് അറിയത്തില്ല. ഗൈസ് ഒരു പേരയ്ക്ക മരം വലുതുണ്ടായിരുന്നു. അതാണെങ്കിൽ ഉള്ളിന്ന് വെട്ടി ഇനി കിളിക്കത്തില്ല. ഒരു വട്ടം വെട്ടിയതാ, പിന്നെ കിളിച്ച് ഇനി കിളിക്കത്തില്ല. ഹായ് ഗൈസ്, എൻ്റെ ഷെൽ കളക്ഷന് വേണ്ടി ഒരു ഷെല്ല് കിട്ടി. എനിക്കൊരു ഷെൽ കളക്ഷൻ ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഈ ഷെല്ലാണെങ്കിൽ കൊണ്ട് വെച്ചിട്ട് വരാം. ഷെല്ല് കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. എനിക്കൊരു ആഴ്ചയിലുണ്ട്, അത് വെച്ചപ്പോൾ കളഞ്ഞൂന്ന് പറയത്തില്ല. അപ്പം നമുക്ക് പോവാ. ഗൈസ് അങ്ങോട്ടേ നോക്കിക്കേ, പൂവല്ല ഗൈസ്, കാന്താരിയാ. കോഴിക്കൊരു ടാറ്റ പറയണ, കോരി ടാറ്റ. ഷെൽ കളക്ഷൻ ഗൈസ് ഇപ്പം ഉള്ളിലാണ് കേട്ടോ. അതിൻ്റെ ഈ ഷെല്ലൊന്ന് വെക്കാനാണ്. സോറി ഗൈസ്, എൻ്റെ ഷെൽ പോയി. ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റൈൽ കളക്ഷനാണ്. അടുത്ത ദിവസം അതിനെ വീഡിയോ ആക്കി തരാം. വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഇപ്പം സമയമില്ലാത്തതാണ്. അത് കൂടുതലായിട്ട് ഇങ്ങനത്തെ വേണം. ഇത് പെട്ടെന്ന് പോവാ. അടുത്ത കേട്ടോ കഴിക്കാം. കേസ് ഇവിടെ ഒരു ചോക്കപ്പായി പെട്ടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാ എനിക്ക് പോലും അറിയത്തില്ല. അപ്പം ഞാൻ പെട്ടെന്ന് അവിടോട്ട് പോയിട്ട് നമുക്ക് കാണാം. കേസ് ഇവിടെ അമ്മ എന്തോ അരയ്ക്കുവാണ്. ഞങ്ങൾ വിളിച്ചു, പക്ഷെ വന്നില്ല. എന്തോ ഒന്നുമില്ല. അപ്പം നമുക്ക് നേരെ കാന്താരി വീട്ടിലോട്ട് പോവാം. കേസ് അപ്പം ഞങ്ങൾ വരുവാണ് കേട്ടോ. കേസ് ഒരു മാച്ച് കളിക്കും. ഒറ്റ കാലം വെച്ച് ഞാൻ വെച്ച് അടുത്ത കാലം ഇതാ ഇവിടോട്ട് വന്ന്. ഗൈസ് അവിടെ വേറെ ഒരു അമ്മമ്മയും പണി ചെയ്യുന്നുണ്ടേ. കാന്താരിനെ അമ്മ വിളിക്കുന്നു മിട്ടാൻ പഠിക്കാൻ. കണ്ട ഗൈസ്, അഹങ്കാരിയാണ്. ഞാൻ പറഞ്ഞു അമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വരാമെന്ന്. നോക്ക്, ഇപ്പൊ ഞാൻ ഒന്ന് പോയതാണ് കേട്ടോ, അത്രയായി. അപ്പം എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.